സല്യൂട്ട് സുഹൃത്തുക്കളെ. വിശുദ്ധ യുദ്ധം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകത്ത് ഒരുപാട് വിശുദ്ധ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെ മുഖ്യ കാരണം മതപരിവർത്തനമായിരുന്നു. 331 ആണ്ടിലാണ് ആദ്യമായി ഒരു വിശുദ്ധ യുദ്ധം എന്ന് പറഞ്ഞ് നടക്കുന്നത്. റോമൻ എംപറർ ആയിട്ടുള്ള കോൺസ്റ്റാന്റിൻ അദ്ദേഹത്തിന്റെ ശത്രുവായിട്ടുള്ള മാക്സിമസിന് എതിരായി നടത്തിയ ഒരു യുദ്ധം. അന്നത്തെ റോമൻ എംപയറിൽ ഉണ്ടായിരുന്ന ദൈവങ്ങൾ റോമൻ മിത്തോളജി അനുസരിച്ചിട്ടുള്ള ദൈവങ്ങളായിരുന്നു. ക്രിസ്ത്യാനിറ്റി ആദ്യമായിട്ട് മതമാക്കി മാറ്റിയ ഒരു എംപറർ ആയിരുന്നു എംപറർ കോൺസ്റ്റാന്റിൻ. അദ്ദേഹം ക്രിസ്ത്യൻ യുദ്ധങ്ങൾ നടക്കുമ്പോൾ ആളുകളെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ശത്രുക്കളെ തുരത്താനോ ഒക്കെ യുദ്ധം ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നത്, ഈ യുദ്ധത്തിന് ദൈവത്തിന്റെ പിന്തുണയുണ്ട്, ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ ഈ യുദ്ധം നടത്തുന്നത് എന്ന്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ഹോളി വാഴ്സ് അല്ലെങ്കിൽ വിശുദ്ധ യുദ്ധങ്ങൾ എന്ന് വിളിച്ചിരുന്നത്. തുടർന്നും ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെയൊക്കെ മുഖ്യ കാരണം മതപരിവർത്തനമായിരുന്നു. ക്രിസ്ത്യാനിറ്റി ഇത്രയധികം ലോകം മുഴുവനും വരാൻ കാരണം തന്നെ ലോകം മുഴുവനും ആളുകള് ചെന്ന് ഈ മതം പ്രചരിപ്പിക്കാൻ നമ്മുടെ സെയിന്റുകൾ വഴിയും സാധിച്ചു എന്ന് പറയുന്നുണ്ട്. സംസാരിച്ചുകൊണ്ട് ആളുകളെ മനപരിവർത്തനം നടത്തിക്കൊണ്ട് ഒക്കെ മതം മാറ്റിച്ചു എന്ന് പറയുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയതായും പറയുന്നുണ്ട്. നമ്മൾ ക്രൂസൈഡ്സിനെയൊക്കെ പറ്റി കേട്ടിട്ടുണ്ട്, കുരിശു യുദ്ധം. അതിൽ പങ്കെടുത്തിരുന്ന പട്ടാളക്കാർ വലിയ വലിയ കുരിശും ചുമന്നുകൊണ്ട് ഉറക്കെ ഹല്ലേലൂയ നലറിക്കൊണ്ട് എതിരാളികളുടെ നേരെ പോയിരുന്നത് തന്നെ വളരെ ഭീകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് കേട്ടിട്ട് ആളുകൾ പേടിച്ച് ഓടിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. മുസ്ലിംസിന്റെ എതിരെയും പേഗൻസ് എന്ന് പൊതുവെ ക്രിസ്ത്യൻസ് വിശേഷിപ്പിക്കുന്ന പഴയ ദൈവങ്ങൾ, ചരിത്രത്തിൽ അവരുടെ പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിലുള്ള ദൈവങ്ങൾ, അതൊന്നും ഇപ്പൊ ഇല്ല, ക്രൈസ്റ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ യുദ്ധങ്ങൾ ചില അമേരിക്കൻ രാജ്യങ്ങളില് പോയി, അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളില്, ഓസ്ട്രേലിയയില്, ന്യൂസിലാൻഡില് അവിടെയൊക്കെ ഉണ്ടായിരുന്ന മതം, അവര് പ്രകൃതിയെ ആരാധിച്ചിരുന്നു, ചില വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു. അപ്പൊ അതൊക്കെ പേഗനിസം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതും നശിപ്പിക്കാനായി ബ്രിട്ടീഷുകാരും ഒക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊരു കാരണം പറയുന്നത് രാജ്യം സംരക്ഷിക്കാനാണ്. ഞങ്ങളുടെ രാജ്യത്തിലേക്ക് അതിക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വയരക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന ഹോളി വാറാണ്, ദൈവം പറഞ്ഞിട്ട് നടത്തുന്നതാണ് എന്ന് ചില വിശദീകരണങ്ങളുമുണ്ട്. അതാണ് പാലസ്റ്റീനിലൊക്കെ നമ്മൾ കാണുന്ന യുദ്ധം. ഇത് തന്നെയാണ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇസ്ലാം മതവും ഏറ്റെടുത്ത് ചെയ്യുന്നത്. അവര് പറയുന്ന ഹോളി വാറിന്റെ പേര് ജിഹാദ് എന്നാണ്. ദൈവം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ മതത്തിന് ദോഷകരമാകുന്ന കാര്യത്തിന് വേണ്ടിയിട്ടും പൊതുവെ ആളുകളെ ഇസ്ലാം മതത്തിലേക്ക് ആകർഷിക്കാനും വേണ്ടി യുദ്ധങ്ങൾ നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജിഹാദുകൾ നടത്തുന്ന പരിപാടികൾ ഉണ്ട് ഒരുപാട്. അതിനു വേണ്ടി ഒരു ചെറിയ സംഘം മുസ്ലിംസ് നിലനിൽക്കുന്നുണ്ട് അന്നും ഇന്നും. മിക്കവാറും എല്ലാ മുസ്ലിംസും ഇതൊന്നും വിശ്വസിക്കുന്നവരല്ല എന്നാണ് എൻ്റെ അറിവ്. പഴയ ഇസ്ലാമിക് ഇൻവേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, അറബ് ഇൻവേഷൻസ് ഭാരതത്തിൽ പോലും വളരെയധികം യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. രാജ്യം പിടിച്ചെടുക്കാനും ഇവിടെ കൊള്ള നടത്താനും ആളുകളെ നിർബന്ധമായിട്ട് മുസ്ലിം മതത്തിലേക്ക് ചേർക്കാനും ഒക്കെ വേണ്ടിയിട്ട് അറബ് കൺട്രീസിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് രാജാക്കന്മാരും നേതാക്കന്മാരും ഡൈനാസ്റ്റികളും ഒക്കെ ഇവിടെ വന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഭാരതത്തിലുള്ള ഒരുപാട് ആൾക്കാരെ ഇസ്ലാം മതം സ്വീകരിച്ചത് എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോ നിങ്ങൾ ചോദിക്കുമെന്ന ഹിന്ദുയിസത്തിൽ ഇതുപോലെ ഇല്ലേ? ഹിന്ദുയിസത്തില് മതത്തിന് വേണ്ടി ചെയ്യുന്ന യുദ്ധങ്ങൾ ഉണ്ടായതായിട്ട് ചരിത്രം ഒരിടത്തും പറയുന്നില്ല. പുരാണത്തിലും ഇതിഹാസത്തിലും കഥകളിലും ഒന്നുമില്ല. അവര് ചെയ്തിരുന്നത് ധർമ്മയുദ്ധമായിരുന്നു. ധർമ്മയുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ധർമ്മമാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നതുകൊണ്ടാണ് മഹാഭാരത യുദ്ധവും രാമായണ യുദ്ധവും ഒക്കെ നടന്നത്. അതുപോലെ ഭാരതത്തിൽ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ നടത്തിയിട്ടുള്ള ധർമ്മയുദ്ധങ്ങൾ ഇതുപോലെയുള്ള ഇസ്ലാം ഇൻവേഷനെതിരെ ആയിരുന്നു. ക്രിസ്ത്യൻസ് വളരെ സ്മാർട്ടായിരുന്നു എന്ന് തോന്നുന്നു. അവർ ഭാരതത്തിൽ വന്നപ്പോൾ കച്ചവടക്കാരായിട്ട് ആദ്യം വന്നു. വളരെ നയപരമായിട്ടാണ് ഓരോരുത്തരെ മതം മാറ്റിയിരുന്നത്. സൗജന്യ വിദ്യാഭ്യാസം, സൗജന്യമായിട്ടുള്ള ഭക്ഷണം, നല്ല വീടുകൾ കെട്ടിക്കൊടുക്കുകയും അവർക്ക് വേണ്ട ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊണ്ടുമൊക്കെയാണ് മതം മാറ്റിയിരുന്നത്. പക്ഷെ ഹിന്ദുക്കളുടെ ഇടയിൽ ഇതുപോലെ ഇസ്ലാം ഇൻവേഷൻ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, ഇസ്ലാം മതത്തിന്റെ ഒരു ഭീകരത ചെറുത്ത് നിൽക്കാനായി വളരെയധികം യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗസ്നിക്കെതിരെയുള്ള യുദ്ധങ്ങൾ, ടിപ്പു സുൽത്താനെതിരെ സൗത്തിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങൾ, മുഗൾ സാമ്രാജ്യത്തിനെതിരെയുള്ള യുദ്ധങ്ങൾ, പല സ്ഥലത്തായിട്ട് രാജസ്ഥാൻ, പഞ്ചാബ്, മഹാരാഷ്ട്ര, ശിവജി. അപ്പൊ അതിനുവേണ്ടി ചെയ്യുന്ന യുദ്ധങ്ങളൊന്നും മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടോ ഒന്നും അല്ല. അത് നമ്മുടെ സ്വന്തം രാജ്യം സംരക്ഷിക്കാൻ വേണ്ടി അതിക്രമിച്ച് കയറുന്ന ആൾക്കാർക്കെതിരെ നടത്തിയിട്ടുള്ള ധർമ്മയുദ്ധങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞതിന്റെ ഉദ്ദേശം,
ലവ് ജിഹാദ് എന്ന ഒരു കാര്യം നമ്മുടെ ഇടയിലുള്ളത് കൊണ്ടാണ്. നമ്മുടെ സമൂഹത്തിൽ, കേരളത്തിലെ, ഇന്ത്യയിലെ ഒക്കെ ഉണ്ട്. എന്താണ് ഈ ലവ് ജിഹാദ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജിഹാദ് എന്ന് പറയുന്നത് ഹോളി വാർ അല്ലെങ്കിൽ വിശുദ്ധ യുദ്ധം എന്ന് പറഞ്ഞാല് പ്രണയ വിശുദ്ധ യുദ്ധം എന്ന് വേണമെങ്കിൽ ലവ് ജിഹാദിനെ നമുക്ക് മലയാളത്തിൽ വിളിക്കാം. പ്രണയവും വിശുദ്ധതയും യുദ്ധവും ഒക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ വലുതായിട്ടില്ല. പക്ഷെ പ്രണയത്തിന്റെ പേരിൽ ഒരുപാട് വയലൻസും ക്രൂരതയും ഒക്കെ നടക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പക്ഷെ പ്രണയത്തിന്റെ പേരിൽ മതം മാറ്റം നടത്താൻ ഉദ്ദേശമുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പ്രണയമാണോ? അത് വെറും മതം മാറ്റം മാത്രമല്ലേ? അപ്പൊ അതിനെ ലവ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളുമുണ്ട്. ഞാൻ ലവ് ജിഹാദിനെ കുറിച്ച് നേരത്തെ 2-3 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലവ് ജിഹാദ് എന്നുള്ളൊരു പദം ആര് എപ്പോ കൊണ്ടുവന്നു എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. പക്ഷേ ഭാരതത്തിൽ ഉടനീളം ഇതുപോലെ നിർബന്ധിത മതപരിവർത്തനത്തിനായിട്ട് പ്രണയം നടിച്ചുകൊണ്ട് പെൺകുട്ടികളെ കുരുക്കിക്കൊണ്ട് ഇസ്ലാം മതം സ്വീകരിപ്പിക്കുന്ന ഒരു രീതി കണ്ടുവരുന്നത് കൊണ്ടാണ് അതിന് ലവ് ജിഹാദ് എന്നുള്ളൊരു പേര് വരാൻ കാരണം. പക്ഷെ ശരിക്കും ഇതിനകത്ത് ലവ് ഇല്ല, അതിനകത്ത് മതപരിവർത്തനം മാത്രമേ ഉള്ളൂ. ഈ അടുത്ത കാലത്ത് പോലും ഹരിപ്പാട് സ്വദേശിനിയായിട്ടുള്ള ഒരു പാവം പെൺകുട്ടി ഡോക്ടർ ആകണം എന്നുള്ള മോഹത്തോടു കൂടി ഉസ്ബെക്കിസ്ഥാനിലെ ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പോയി. അവിടെ വെച്ച് ഒരു കെണിയിൽപ്പെട്ട് കൊല്ലപ്പെട്ടു. അതിന്റെ ശരീരത്തിൽ ആകമാനം പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നും തലയില് നല്ല അടി കൊണ്ടിട്ടുണ്ടെന്നും തലച്ചോറില് രക്തസ്രാവം ഉണ്ടായിട്ടാണ് കുഞ്ഞ് മരിച്ചു പോയത് എന്ന്. കുട്ടിയുടെ പേര് സാവരിയ എന്നായിരുന്നു. 22 വയസ്സായിരുന്നു പ്രായം. കേരളത്തിലുള്ള മിക്കവാറും എല്ലാ പെൺകുട്ടികളുടെയും ആഗ്രഹം ഡോക്ടർ ആവുക എന്നതാണ് എന്നുള്ളത് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഏതൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഇതുപോലെ നല്ല പഠിത്തത്തിന് സമ്മാനം വാങ്ങിക്കാനായിട്ട് സ്റ്റേജിൽ കയറി വരുന്ന കുട്ടികളോട് ഞാൻ ചോദിക്കാറുണ്ട്, എന്താണ് മോളുടെ ആഗ്രഹം? ആരെങ്കിലും IPS ഓഫീസർ ആവണം എന്ന് ആഗ്രഹം പറയുമോ എന്നറിയാനായിട്ടുള്ള ഒരു ജിജ്ഞാസ കൊണ്ട് ചോദിക്കുന്നതാണ്. അപ്പൊ മിക്കവാറും എല്ലാ പെൺകുട്ടികളും പറയുന്നത് ഡോക്ടർ ആവണം എന്നുള്ള ഒരു ആഗ്രഹമാണ് പറയുന്നത്. കാരണം ഡോക്ടർക്ക് ഒരു വലിയ വിലയുണ്ട് സമൂഹത്തിൽ. പിന്നെ കൂടാതെ നല്ലൊരു ജോലിയാണ്, ഒരുപാട് സേവനം ചെയ്യാൻ പറ്റുന്ന, ആളുകളെ സഹായിക്കാൻ പറ്റുന്ന, വളരെ മനസ്സംതൃപ്തി നൽകുന്ന ഒരു ജോലിയാണ്. പഠിക്കാനുള്ളതിൽ ഒരുപാടുണ്ട്. ജോലിക്ക് കയറിയാൽ പോലും വലിയ കഷ്ടപ്പാടൊക്കെയാണ്. പക്ഷെ പൊതുവെ പെൺകുട്ടികൾക്ക് ഡോക്ടർ ആവുക എന്ന് പറയുന്നത് ഒരു ഹരമാണ്. സാവരിയയ്ക്കും ഇതുപോലെ ഡോക്ടർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം തീവ്രമായത് കൊണ്ടായിരിക്കണം അതിന്റെ അച്ഛനമ്മമാർ അതിനെ ബുഖാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലോട്ട് വിട്ടത്. ചൈനയിലും റഷ്യയിലും യുക്രൈന്, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോയി MBBS പഠിച്ചിട്ട് വരുന്ന ഒരുപാട് മലയാളി കുട്ടികളുണ്ട്. നല്ല മിടുക്കിയായിട്ട് ഡോക്ടറായിട്ട് വരാമെന്നുള്ള പ്രതീക്ഷയോട് കൂടി പോയതായിരിക്കണം. 1ാം വർഷ MBBS വിദ്യാർത്ഥിനി ആയിരുന്നു എന്നാണ് എൻ്റെ അറിവ്. അതിന്റെ കൂടെ തന്നെ പഠിച്ചിരുന്ന സദർ ഉൽ അനാം എന്ന് പറയുന്ന പയ്യനാണ് ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. അവനിപ്പോ ഉസ്ബെക്കിസ്ഥാനിലെ ജയിലിലുണ്ട്. ലാപ്ടോപ്പ് വെച്ച് ഈ കുട്ടിയുടെ തലയിൽ 2 പ്രാവശ്യം വളരെ ശക്തമായിട്ട് അടിക്കുക വഴി ലാപ്ടോപ്പ് 2 കഷ്ണമായിട്ട് പൊട്ടുകയും, ആ ലാപ്ടോപ്പ് ആയുധമാണ്, വെപ്പൺ ഓഫ് ക്രൈം ആണ്. അതാണ് ശരിക്കും പോലീസ് കൈ വെക്കേണ്ടത്. അത് കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. ലാപ്ടോപ്പ് കുട്ടിയുടെ കയ്യിൽ ഇപ്പൊ കൊടുത്തുവിട്ടു മൃതശരീരത്തിന്റെ കൂടെ എന്നാണ് ഞാൻ അറിയുന്നത്. ലാപ്ടോപ്പ് വെച്ച് അടിച്ചതാണോ എന്നറിയില്ല. പക്ഷെ പൊട്ടിയ ലാപ്ടോപ്പ് കിട്ടിയെന്നാണ് പറയുന്നത്. കുഞ്ഞിന്റെ മൊബൈൽ ഫോൺ ഇതുവരെ കിട്ടിയിട്ടില്ലാത്തത് സംശയകരമായിട്ട് പറയുന്നുണ്ട്. അവരിയുടെ ഒരു അമ്മാവനാണ് അവിടെ പോയി അതിന്റെ ശരീരം കൊണ്ടുവന്ന ഉടനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു പോസ്റ്റ്മോർട്ടം നടത്തി. അപ്പോൾ അവരവിടെ കേട്ട കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തെളിഞ്ഞു. ശരീരത്തിന്റെ കാൽവെള്ള മുതൽ തലച്ചോറ് വരെ വളരെ കഠിനമായ ക്ഷതങ്ങളും മുറിവുകളും ഉണ്ടായിരുന്നു. അതിനെ വളരെയധികം ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു. എങ്ങനെയാണ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിക്ക്, അതായത് ഡോക്ടർ ആവാനായിട്ട് പഠിക്കുന്ന ഒരു പയ്യൻ, മലപ്പുറത്താണെങ്കിലും പുലാമൻതോളിലാണെങ്കിലും ഒക്കെ അവൻ ഒരു സ്കൂളിൽ പഠിച്ചിട്ടായിരിക്കണമല്ലോ അങ്ങോട്ടേക്ക് പോയത്. അപ്പൊ അങ്ങനെ പോയ ഒരു പയ്യൻ ഡോക്ടർ ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി പോയിട്ട് ഒരു വ്യക്തിയെ കൊല്ലാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള വലിയൊരു ചോദ്യമായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അത്രയ്ക്ക് ക്രൂരത എന്ന് പറയുന്നത് അവൻ എവിടെ നിന്ന് കിട്ടി? ഇനി അഥവാ ഒരു ലൈസൻസ്, എന്റെ കാമുകിയാണ്, എനിക്ക് പരിചയമുള്ള കുട്ടിയാണ്, ഞാൻ പറയുന്നത് അവൾ അനുസരിക്കണം, ഞാൻ കല്യാണം കഴിച്ച് അനുസരിക്കേണ്ടതല്ലേ, അപ്പൊ ഇപ്പോഴും അനുസരിച്ചാൽ എന്താണ് എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് അവന്റെ മനസ്സിലൂടെ പോകുന്നതെന്നുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള വിദ്യാഭ്യാസമായിരിക്കും അവന് കിട്ടിയിരിക്കുക? എന്തായാലും അവൻ അവിടെ ജയിലിലാണ്. അവൻ സമ്മതിച്ചു എന്ന് പറയുന്നുണ്ട്. അതോ അതിന്റെ എവിഡൻസ് കൊണ്ടാണോ മനസ്സിലായതെന്നും അറിയില്ല. അവിടെയുള്ള കുട്ടികൾ പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ മെഡിക്കൽ കോളേജിനെ കുറിച്ചുള്ള അഡ്വർടൈസ്മെന്റ് വളരെ നിരന്തരമായി പത്രമാധ്യമങ്ങളിലൊക്കെ വരാറുണ്ടായിരുന്നു. ആ അഡ്വർടൈസ്മെന്റിനകത്ത് പറയുന്നുണ്ട് വളരെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു, ഇസ്ലാം മതവിശ്വാസത്തോടു കൂടി പഠിപ്പിക്കുന്ന മെഡിക്കൽ കോളേജാണ്,
പെൺകുട്ടികളിലും ആൺകുട്ടികൾക്കുമൊക്കെ ഇൽമ ഹോസ്റ്റലുകളുണ്ട്. അറിവ്, നോളജ് എന്നുള്ള വാക്കിനെയാണ് ഇൽമ എന്ന് പറയുന്നത്. അറിവിന്റെ കേന്ദ്രമായിട്ടുള്ള ഹോസ്റ്റലുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ലൈബ്രറികള്, ലാപ്ടോപ്പ്, ഇന്റർനെറ്റ് കണക്ഷൻ, പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഹോസ്റ്റലിൽ തന്നെ കിട്ടും എന്നുള്ള രീതിയിലുള്ളതായിരിക്കണം എന്ന് തോന്നുന്നുണ്ട്. ഈ ബുഖാറ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ക്യാൻവാസ് ചെയ്യാനായിട്ട് ആളുകളും കേരളത്തിലുണ്ട്. കാരണം അവിടെ കുട്ടികൾ പഠിക്കണമല്ലോ, എന്നാലല്ലേ അവർക്ക് ലാഭമുള്ളൂ. പിന്നെ നമ്മുടെ ആൾക്കാർക്ക് MBBS ഡിഗ്രി വളരെ അത്യാവശ്യവുമാണ്. ഒരു കോഴ്സ് പഠിച്ച് തീരാനായിട്ട് ഏകദേശം 25 ലക്ഷത്തോളം രൂപയാവും തോന്നുന്നുണ്ട്. അപ്പം സാവരിയുടെ അച്ഛനമ്മമാര് കഷ്ടം, അവർ 25 ലക്ഷം രൂപ മുടക്കിയിട്ടാണ്. അത് കൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയും അവരിടയ്ക്കിടയ്ക്ക് പോകേണ്ട സൗകര്യവും ഒക്കെ നോക്കിയിട്ട് അപ്പൊ ഒരുപാട് കാശിന്റെ ചെലവുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഈ കുട്ടിയെ അയച്ചിരിക്കുന്നത് അവിടെ പഠിക്കാനായിട്ട്. തീർച്ചയായിട്ടും ഇതുപോലെ വലയിൽ വീഴ്ത്താൻ ശ്രമിച്ചിട്ടുണ്ടാവണം സാദറുൽ അനം എന്ന് പറയുന്ന ആള്. അവൻ അവിടെ ചെന്ന് പറ്റിയ ഒരു കുട്ടിയെ ചാക്കിട്ട് പിടിച്ചു. അത് പ്രണയം എന്ന് പറയാൻ പറ്റില്ല. അവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മതപരിവർത്തനമായിരുന്നു. ഇസ്ലാം മതത്തിലെ ചില ഗ്രൂപ്പുകൾ മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഇതാണ്: നിങ്ങൾ ഒരാളെ മതം മാറ്റിയാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം ഉറപ്പാണ്. പിന്നെ എന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്തായാലും സ്വർഗം കിട്ടിക്കഴിയും, ജന്നത്ത് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നുള്ള മട്ടിലാണ് പറയുന്നത്. അതിനുവേണ്ടി കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആൺകുട്ടികളെ തിരഞ്ഞെടുത്ത് അതിനായിട്ട് വിടുന്നുമുണ്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക്. ഇതുപോലെ നേരത്തെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ കുട്ടികളെ മതം മാറ്റി കല്യാണം കഴിച്ചുകൊണ്ട് പോയിട്ടുള്ളവരൊക്കെ ഇറാഖിലും സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ എത്തി ഇസ്ലാമിക തീവ്രവാദ സംഘടനകളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതിൽ ചിലരൊക്കെ കൊല്ലപ്പെടുകയും ചെയ്തു, ചിലരിപ്പോഴും ജയിലിൽ കിടക്കുന്നു. തീവ്രവാദ സംഘടനകളിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ പോലും ഒരു പെൺകുട്ടിയെ മറ്റൊരു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ ആൺകുട്ടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അങ്ങനെ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഇപ്പൊ കുറെ സംശയങ്ങൾ ഉള്ളത്, ഈ കുഞ്ഞ് എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് വീട്ടുകാരോടോ മറ്റാർക്കാരോടോ പറയാത്തത്? ഇതിന് ഒരു ബന്ധമുണ്ട് എന്ന് ഉണ്ടെങ്കിൽ, അത് മുസ്ലിം പയ്യനാണ് എന്നുണ്ടെങ്കിൽ വീട്ടുകാരറിഞ്ഞ പ്രശ്നമാകുമോ എന്ന് വിചാരിച്ച് ചിലപ്പോ പറയാത്തതായിരിക്കാം. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും ശരീരത്തില് അടി കൊണ്ടിട്ടുണ്ടെങ്കിൽ, മർദ്ദനം ഏറ്റിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയണ്ടേ? ആരോടെങ്കിലും പറയണ്ടേ? ഇനിയും ഇങ്ങനെ അടിക്കാൻ സമ്മതിക്കാൻ പറ്റൂ? എന്തുകൊണ്ടാണ് നമ്മുടെ പെൺപിള്ളേർ ഇങ്ങനെ ആയിപ്പോയത്? ഒരു പ്രാവശ്യം ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ പ്രതിഷേധിക്കണം, പ്രതികരിക്കണം, പരാതി പറയണം. കോളേജിലാണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും വീട്ടുകാരോടാണെങ്കിലും സുഹൃത്തുക്കളോടാണെങ്കിലും അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോടാണെങ്കിലും ആരോടെങ്കിലും പറഞ്ഞ് അതിനൊരു പരിഹാരം ഈ കുഞ്ഞ് നേടിയെടുക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ചിലപ്പോ അതിനുള്ള സമയം കിട്ടിക്കാണില്ല. ഈ കുട്ടിയെ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ചെയ്ത അക്രമമായിരിക്കാം. ആ ഒരു ദിവസം കൊണ്ട് മുറിയിൽ അടച്ചിട്ട് പീഡിപ്പിച്ച് ഉപദ്രവിച്ച് അങ്ങനെ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ചെയ്തതുമായിരിക്കാം. തലയ്ക്ക് മാരകമായി അടി കൊടുത്തു എന്ന് പറയുന്ന ലാപ്ടോപ്പിന്റെ കഷ്ണങ്ങൾ എന്തുകൊണ്ടാണ് പോലീസ് കരുതി വെക്കാത്തത്? അത് ഏറ്റവും വലിയൊരു എവിഡൻസ് അല്ലേ? അത് ഫോറൻസിക് എക്സാമിനേഷനൊക്കെ വിട്ട് അതായിരുന്നു ആയുധം എന്ന് തെളിയിക്കേണ്ട ബാധ്യത പോലീസിനില്ലായിരുന്നു? അതോ അതല്ലേ ആയുധം? വേറെ എന്തെങ്കിലും സാധനം വെച്ചാണോ തലയിൽ ഇടിച്ചത്? ചുറ്റികയോ അതുപോലെയുള്ള എന്തെങ്കിലും വസ്തു വെച്ചതാണോ? അതും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോ ആളുകൾ പറയുന്നത് ആ പയ്യനെ അവിടെ നിന്ന് കേരളത്തിൽ കൊണ്ടുവന്ന് ഇവിടെ ട്രയൽ നടത്തണം എന്നാണ്. അതിന് വലിയ നൂലാമാലകളുണ്ട്. ഒന്നാമത്തെ കുറ്റം നടന്നിരിക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലാണ്. അവിടെയുള്ള നിയമമാണ് ബാധകമാവുക. ഏത് കുറ്റമാണെങ്കിലും പ്ലേസ് ഓഫ് ക്രൈം വെച്ചിട്ടാണ് കുറ്റകൃത്യം അന്വേഷിക്കുന്നത്. അവിടെ നിന്നുള്ള കോടതിയും ഇവിടെ നിന്നുള്ള കോടതിയും കൂടെ യോജിച്ചൊരു തീരുമാനം എടുത്തെങ്കിൽ മാത്രമേ അവിടുത്തെ കേസ് ക്ലോസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇനിയും അവിടുത്തെ ശിക്ഷ എന്ന് പറയുന്നത് ഒരു കൊലപാതകത്തിന് 25 വർഷത്തോളം തടവ് കിട്ടുമെങ്കിൽ ഇവിടെ ഇതുപോലെയുള്ള ഒരു ദാരുണ കൊലപാതകത്തിന് തൂക്കുകയറ് വരെ വിധിക്കാം. ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ. അപ്പൊ അതുകൊണ്ട് റെയറസ്റ്റ് ഓഫ് റെയർ കേസ് എന്നൊക്കെയുള്ള പരിഗണന കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും തൂക്കുകയറ് വിധിക്കാൻ പറ്റിയ ഒരു കേസാണെങ്കിൽ ഇവിടെ അത് സാധ്യമാവുന്നുണ്ടെങ്കിൽ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇവിടെ വെച്ചിട്ട് ട്രയൽ നടത്തണം. ഈ കുട്ടിയുടെ അമ്മാവൻ പറഞ്ഞ് കേട്ടത് പോലീസുകാരും അവിടെയുള്ള അധികാരികളും ചോദിച്ചു അത്രേ, അപ്പൊ ഇത് കോംപ്രമൈസ് ചെയ്യുവല്ലേ എന്ന്. കേസ് ഒത്തുതീർപ്പില് എത്തിക്കുകയല്ലേ എന്നൊരു ചോദ്യം ഉണ്ടായി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ ശാരിയ നിയമം അനുസരിക്കുന്ന ഒരു രാജ്യമായിരിക്കണം. മുസ്ലിം രാജ്യമാണ്, മുസ്ലിം ഭൂരിപക്ഷമുള്ളതാണ്. പക്ഷെ സെക്യുലർ ഗവൺമെന്റ് ആയിരിക്കില്ല, മുസ്ലിം നിയമം തന്നെ ആയിരിക്കണം അവിടെ ഉള്ളത്. ഷാരിയ നിയമം അനുസരിച്ച് മാത്രമാണ് കൊലപാതകത്തിന് ഒത്തുതീർപ്പുള്ളത്. തീർച്ചയായിട്ടും ഒത്തുതീർപ്പ് നടക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും. കാരണം ഈ പയ്യന് വേണ്ടി കാശ് മുടക്കാൻ എത്ര ആൾക്കാർ വേണമെങ്കിലും ഉണ്ടാവും. ഉസ്ബെക്കിസ്ഥാനിലുള്ള മെഡിക്കൽ കോളേജിൽ 25 ലക്ഷം 30 ലക്ഷം രൂപ ചെലവാക്കി പഠിക്കാനുള്ള സാഹചര്യം അവന്റെ അച്ഛനമ്മമാർക്ക് ഉണ്ടായിരുന്നു.
അതോ അവന്റെ പഠനം മുഴുവനും ഏതെങ്കിലും സ്പോൺസർമാർ ഏറ്റെടുത്തതാണോ എന്ന് അന്വേഷിക്കണം. അപ്പൊ അങ്ങനെയെങ്കിൽ അവിടെ വെച്ച ഒരു ട്രയൽ നടക്കുന്നത് ശരിയാവില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ വിറ്റ്നസ്സുകളെല്ലാം അവിടെയാണ്. മലയാളികളായിട്ടുള്ള ആളുകളെ വിറ്റ്നസ് ആയിട്ട്, സാക്ഷിയായിട്ട് വിളിക്കണം എന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഇവിടുത്തെ കേസ് ഈ കുട്ടിയുടെ ഇൻഷുറീസ് വെച്ചും അസംഷൻസ് വെച്ചും അവിടെ എടുത്തിരിക്കുന്ന കേസിന്റെ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും നാൾ കഴിഞ്ഞിട്ടും, ഏകദേശം 1-1.5 ആഴ്ച കഴിഞ്ഞിട്ടും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങള് ഈ ഒരു കാര്യത്തില് വലിയ പ്രാധാന്യം കൊടുത്തില്ല. സാവരിയ ബസന്ത് കൊല്ലപ്പെട്ടു, ആ കുട്ടിയെ ഒരു മുസ്ലിം പയ്യൻ തലയിൽ അടിച്ചു കൊന്നതാണ് എന്ന് മാത്രമല്ലാതെ ഇതിന്റെ പുറകില് ലവ് ജിഹാദ് എന്നുള്ള മതപരിവർത്തനം ഉണ്ടായിരുന്നു എന്ന ഒരു പത്രമോ ഒരു മുഖ്യധാരാ മാധ്യമമോ ചാനലിലൂടെ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല. ഈ കുഞ്ഞിന്റെ അമ്മാവൻ ഇതിനെക്കുറിച്ച് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. മതപരിവർത്തനം നടത്താൻ വേണ്ടി ഇവന്റെ സദറുൽ അനാമിന്റെ അമ്മ പോലും 2-3 പ്രാവശ്യം പെൺകുട്ടിയെ ഫോണിലൂടെ വിളിച്ച് പറഞ്ഞിരുന്നു എന്ന്. അപ്പൊ ഇത് കുറച്ചു നാളായിട്ട് നടക്കുന്ന കാര്യമാണ്. അവള് മതം മാറണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി അവന് മാത്രമല്ല അവന്റെ കുടുംബത്തിലും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവന്റെ അച്ഛനും അമ്മയും ഒക്കെ കുറ്റക്കാരല്ലേ? ഒരു പത്രത്തിലും ഞാൻ സദറുൽ അനത്തിനെ കുറിച്ചുള്ള ഒരു വിവരവും കണ്ടില്ല. അവന്റെ ഒരു ഫോട്ടോ കണ്ടതുപോലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ്. അവന്റെ അച്ഛന്റെ പേരോ അമ്മയുടെ പേരോ അഡ്രസ്സോ പുലമന്തോളിൽ എവിടെ താമസിക്കുന്നു എന്നുള്ളതോ ഒന്നും പറഞ്ഞിട്ടുമില്ല. ഇപ്പോഴും ഒരു മൗനം പാലിച്ച് നടക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ സഹായത്തോടു കൂടിയാണ് കോളേജ് പ്രവർത്തിക്കുന്നതെങ്കിൽ, അവിടെയുള്ള മലയാളി വിദ്യാർത്ഥികള് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല സംരക്ഷണം കിട്ടും. അവനിവിടെ നാട്ടിൽ വന്നാലും അവന് നല്ല സംരക്ഷണം കിട്ടും. കാരണം മുസ്ലിം ലീഗിന്റെ സഹായത്തോടു കൂടിയാണല്ലോ ഇപ്പൊ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു കേസിൽ ഏത് തരത്തിലുള്ള രീതിയായിരിക്കും സ്വീകരിക്കുക എന്നുള്ളൊരു വലിയ സംശയമുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പൊ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് നമ്മൾ ലൈവായിട്ട് നിർത്തണം. നമ്മൾ ഒരിക്കലും ഇത് മറന്നു പോകാൻ പാടില്ല. എല്ലാവരും കൂടെ ചേർന്ന് ഇത് ചർച്ച ചെയ്ത് ഈ കുഞ്ഞിന് നീതി വാങ്ങിച്ചു കൊടുക്കണം. ഇത്രയും ക്രൂരമായ കൊലപാതകം ചെയ്ത് ഒരു പയ്യൻ ഒരു ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവനെ ഒരു കാരണവശാലും ആരും സംരക്ഷിക്കാൻ പാടില്ല. റഹീം എന്ന് പറയുന്ന ഒരു മലയാളി സൗദിയിലെ ഒരു ജയിലിൽ കിടന്നു. എന്തിനായിരുന്നു? കൊലപാതക കുറ്റത്തിന്. അവനെ തിരിച്ചിറക്കിക്കൊണ്ടുവരാനായി പണപ്പിരിവ് നടത്തി കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ വീട്ടുകാർക്ക് കാശ് കൊടുക്കാനായി പിരിച്ചു കൊടുത്ത സംസ്ഥാനമാണ് കേരളം. എന്നിട്ട് ആ കൊലപാതകയായിട്ടുള്ള റഹീമിനെ നമ്മൾ കേരളത്തിൽ കൊണ്ടുവന്ന് ആഘോഷിച്ച് മാലയിട്ട് സ്വീകരിച്ച് അയാൾ ഇവിടെ നടപ്പുണ്ട് എവിടെയോ. ഇതുപോലെയാണ് ഈ സദറുൽ അനാമിനെയും ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ചേ പറ്റും. സസ്നേഹം, ശ്രീലേഖ.